മോസ്റ്റ് ഐക്കോണിക് പ്ലേസ് ഇൻ സിഡ്നിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ദ ഓപ്ര ഹൗസ്. അപ്പോൾ ഇന്ന് സിഡ്നി സിറ്റിയുടെ കുറച്ചൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ്. ആൻഡ് യെസ്, സോ ജോയിൻ അലോങ്. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് സിഡ്നി ഹാർബർ ബ്രിഡ്ജിൻ്റെ അകത്തൂടാണ്. ദ സിഡ്നി ഹാർബർ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ഇൻ ദ 1920s. ഇത് ഒരു 8 വർഷം എടുത്തു ബിൽഡ് ചെയ്യാനായിട്ട്. കാരണം അന്ന് കമ്പ്യൂട്ടേഴ്സ് ഒന്നുമില്ല, ബൈ ഹാൻഡ് അവർ ഈ ആർച്ച് ഷേപ്പ് ഉണ്ടാക്കണമായിരുന്നു. ആൻഡ് അത് വളരെ ഒരു ടീഡിയസ് പ്രോസസ്സും ഒരുപാട് കാൽക്കുലേഷൻസും വേണ്ടിയ പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ഓൾസോ ദ ബിഗ്ഗസ്റ്റ് സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജ് ഇൻ ദ വേൾഡ്. ഹൗ കൂൾ ഇസ് ദാറ്റ്, റൈറ്റ്? സിഡ്നി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ലാൻഡ്സ്കേപ്പിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഈ ഓപ്ര ഹൗസ് ആൻഡ് ദ സിഡ്നി ഹാർബർ ബ്രിഡ്ജ് തന്നെ ആയിരിക്കും. ആൻഡ് ദി ഓപ്ര ഹൗസ് ഇതിൻ്റെ ഒരു സ്പിയർ ഷേപ്സ് ഒക്കെ നമ്മുടെ ഓറഞ്ച് ഷെല്ലിൻ്റെ ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് മെയ്ഡ് വിത്ത് ഓവർ 1 million ടൈൽസ്. ഇതിൻ്റെ കർവ്സ് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ആർക്കിടെക്ട്സിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അതിൻ്റെ ഒരു സയൻറ്റിഫിക് നോളജ് അവിടെ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ടൈമും എടുത്തു, നല്ലപോലെ ബഡ്ജറ്റ് ഓവർ ആവുകയും ചെയ്തു. ബട്ട് വൺസ് ഇറ്റ് വാസ് ഡൺ, ഇറ്റ് റിയലി കോട്ട് ദി അറ്റൻഷൻ ഓഫ് ദി എൻറ്റയർ വേൾഡ്. അതുകൊണ്ട് തന്നെയാണ് അതൊരു വലിയൊരു ലാൻഡ്മാർക്കായിട്ട് ഇപ്പോഴും എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ സിഡ്നി ഫെറിയിൽ കയറിയിട്ട് ടു ഗോ അറൗണ്ട് ഓപ്ര ഹൗസ് ആൻഡ് ഹാർബർ ബ്രിഡ്ജ്, അതിൻ്റെയൊക്കെ നടുക്ക് പോകാനാണ് പ്ലാൻ. The boat leaves in like 5 minutes. അപ്പോൾ ഓടിപ്പോയി പിടിക്കണം, കിട്ടുമോ നോക്കാം. ഇതൊക്കെയാണ് സിഡ്നി വഴികൾ. എത്ര കടകളാന്ന് നോക്കുക. അത് നമ്മൾ ഫെറിയിൽ കയറി. And we're going to see beautiful views of the city. നമ്മൾ ബോട്ടിങ്ങിന് പോവുകയാണെങ്കിൽ പല പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റായിട്ട് നമ്മുടെ ബോട്ട് ഹയർ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ബോട്ട്സ് എടുക്കാം. ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ക്യാൻ ഗെറ്റ് എ ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. ഞങ്ങൾ എപ്പോൾ സിഡ്നിയിൽ പോയാലും എപ്പോഴും നമ്മൾ മറക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ് അവിടുത്തെ തന്നെ ഫെറി എടുക്കുന്നത്. സോ ഈ ഫെറി നമ്മൾ നോർമലായിട്ടുള്ള ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. സോ ബൈ ദ ഗവൺമെൻറ് ഇറ്റ് സെൽഫ്, ആൻഡ് ഇറ്റ്സ് ലൈക്ക് സോ ചീപ്പ്. സം $4 നമുക്കിത് മൊത്തം കറങ്ങിയിട്ട് വരാം. ബട്ട് യു സീ ദി എക്സാക്ട് സെയിം വ്യൂസ്. നമുക്കാണെങ്കിൽ നല്ലൊരു സൺസെറ്റ് ക്രൂസ് പോലെ കിട്ടി. ഇറ്റ് വാസ് ഇൻ ക്രൗഡഡ്. സോ ഈ ഒരു സിഡ്നി ബോട്ടിൽ നിന്നൊരു വ്യൂ എടുക്കണമെങ്കിൽ ഇതിൻ്റെ തന്നെ ഓപ്പലിൻ്റെ ഫെറി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നോർമൽ ബാങ്ക് കാർഡ് തന്നെ നമുക്ക് സ്വൈപ്പ് ആൻഡ് സ്വൈപ്പ് ഔട്ടും ചെയ്യാം. ആൻഡ് ലൈക്ക് ദ വ്യൂസ് ആർ ജസ്റ്റ് ബ്യൂട്ടിഫുൾ. നമുക്ക് വാട്ടറിൽ നിന്ന് ഓപ്ര ഹൗസ്, സിഡ്നി ഹാർബർ ബ്രിഡ്ജ് എല്ലാം കാണാം. ആൻഡ് ദെൻ യു ക്യാൻ സീ ലൈക്ക് ദ ബോട്ട്സ് ആൻഡ് ദ അമേസിങ് ഹൗസസ്. അതിൻ്റെ പല വീടുകളും ഒക്കെ ലൈക്ക് $millions ആയിരിക്കും ആ വീടുകൾക്കൊക്കെ. ലൈക്ക് ജസ്റ്റ് ഇമാജിൻ ലിവിങ് ഇൻ വൺ ഓഫ് ദോസ് ഹൗസസ്. അടിപൊളി കുറേ അങ്ങനത്തെ സിഡ്നിയുടെ വ്യൂസ് കാണാം. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. നമുക്ക് ഈ ഫെറി തന്നെ എടുത്തിട്ട് വേണമെങ്കിൽ ടൊറോങ്ക സൂലൊക്കെ പോകണമെങ്കിലും ഫെറി വുഡ് പോസിബിളി ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. ആൻഡ് സിറ്റിയിലോട്ടൊക്കെ വരണമെങ്കിൽ നമുക്ക് പാർക്കിംഗ് ഒക്കെ പിന്നെ ഒഴിവാക്കുകയും ചെയ്യാം. ഞങ്ങൾ തിരിച്ച് സിറ്റിയിലെത്തിയപ്പോഴത്തേനും നാളെ ആൻസാക് ഡേ ആയിരുന്നു. ആൻഡ് അതിൻ്റെ ആൻസാക് സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് വെരി പ്രൗഡ് ടു സീ ദാറ്റ്. സോ ആൻസാക് ഡേ എന്ന് പറയുന്നത് ഇവിടുത്തെ സോൾജേഴ്സിനെ ഓണർ ചെയ്യുന്ന ഒരു ഡേ ആണ്. വാറിൽ എസ്പെഷ്യലി മരിച്ച സോൾജേഴ്സിനെ ഓണർ ചെയ്യുന്ന ഒരു ഡേ ആണ്. ഒരാൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പോകത്തില്ല, ഞങ്ങൾ സിഡ്നിയിലാണ്. അതേ കണ്ടോ, ഈ പടം മേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോ പന്തം കൊടുത്ത് പടാന്ന് പറയുന്ന പോലെ ഇവിടെ ആളുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ നാളെ ഗോൾഡ് കോസ്റ്റ് മറ്റന്നാൾ. രാത്രിയാണെങ്കിലും സിഡ്നി ഈസ് ഓൾമോസ്റ്റ് ഓൾവേസ് വെരി ബിസി. നമ്മൾ പെർത്തിൽ നിന്ന് വരുമ്പോൾ എസ്പെഷ്യലി നമുക്കത് ഭയങ്കര ബിസിയും അതിൻ്റെ റോഡ്സൊക്കെ ഭയങ്കര നാരോ ആയിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷേ അതിൻ്റെ കടകളും ഒക്കെ ഇറ്റ്സ് വെരി ഒരു സിറ്റി വൈബ്സ് നമുക്ക്. യു കെൻ ടേക്ക് എൻ ഇന്ത്യൻ ഔട്ട് ഓഫ് ഇന്ത്യ ബട്ട് നോട്ട് ആൻ ഇന്ത്യൻ ഔട്ട് ഓഫ് അവർ ഹാർട്ട് എന്ന് പറയുന്നത് എന്ത് ശരിയാണ്.
നമ്മൾ നേരെ പോയത് സിഡ്നിയുടെ ലിറ്റിൽ ഇന്ത്യ എന്ന് വിളിക്കുന്ന ഹാരിസ് പാർക്ക് എന്ന ഒരു സ്ട്രീറ്റിലോട്ടാണ്. ആൻഡ് ദിസ് പ്ലേസ് അമേസ്ഡ് മീ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. ആൻഡ് ഓ മൈ ഗോഡ്, ശരിക്കും പറഞ്ഞാൽ നാട്ടിലോ ബോംബെയിലോ ഡൽഹിയിലോ ഒക്കെ പോകുന്ന അതേ ഫീലായിരുന്നു. ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകൾ, നേരെ ഒരൊറ്റ റോയിലിരുന്ന് കുറേ ഈ ഇന്ത്യൻ ഷോപ്സ്, എല്ലാം ഇന്ത്യൻ ഷോപ്സ്, ഇന്ത്യൻ ഫുഡ്. നമ്മൾ ഒരു ഫുഡ് ഹോപ്പിംഗ്, ഇന്ത്യൻ ഫുഡ് ഹോപ്പിങ്ങിനാണ് ഇവിടെ വന്നത്. What, Nara? This doesn't feel like Sydney. Oh no, we're in India. We took the plane to India. Does this look like India? No, we didn't. I saw the board at the airport. It was Sydney. I can confirm. ടാഷി തറവാട്ടി വന്ന പോലെയാ. ഞാൻ ഇന്നത്തെ ദിവസം only one cold ഒരു coffee. തീറ്റ മത്സരത്തിനാണ് തീറ്റ വന്നത്. മത്സരത്തിന് ഇറങ്ങിയത് അങ്കിൾ നമുക്ക് തീറ്റ മത്സരത്തിന് ഇറങ്ങാം. നമുക്ക് ഓരോ ഷോപ്പിലും മാറി 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 കയറി കഴിക്കാൻ പറ്റിയതൊക്കെ കഴിക്കണം. ഇവിടെ കിട്ടാത്ത സാധനങ്ങളാ. സ്വീറ്റ് ഷോപ്പ്, ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്, പാനിപൂരി ഒരു സ്ഥലത്ത് കണ്ടു. നിരത്താ കറക്കും. ടാഷും ലിജോയും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ വളർന്നുകൊണ്ട് അവർക്കിത് കുറേ കൂടി നൊസ്റ്റാൾജിയ വന്നിരുന്നു. ഇവിടെ ഞങ്ങൾ ആദ്യം കഴിച്ചത് പാനിപൂരിയാണ്, ഒരു സ്ട്രീറ്റ് സൈഡ് ഷോപ്പിൽ നിന്ന് പാനിപൂരി. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. ലൈക്ക് ഭയങ്കര ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ്. അത് സിഡ്നിയിൽ ലൈക്ക് നാട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ്. നമ്മൾ പേർത്തിൽ കഴിക്കുമ്പോൾ പലപ്പോഴും കുറച്ച് വെസ്റ്റേണൈസ് ചെയ്തിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷേ ഇവിടെ ലൈക്ക് എവറിത്തിങ് ദാറ്റ് വി ഹാഡ് വാസ് സോ ഒത്തൻറ്റിക്. ആൻഡ് നമ്മളോട് ചോദിച്ചു സ്പൈസി വേണോ മധുരം വേണോ എന്നെല്ലാം. പിന്നെ ദിസ് വാസ് ജിലേബി. അവർ ഫ്രഷായിട്ട് അവിടെ തന്നെ ഉണ്ടാക്കുന്ന സ്ഥലം. ഇതേപോലത്തെ ഒരു സ്ഥലം ഞാൻ പണ്ട് ഹൈദരാബാദിൽ സ്ട്രീറ്റ് ഈറ്റിങ്ങിന് പോകുമ്പോൾ കഴിക്കുമായിരുന്നു. എനിക്ക് ആ ഓർമ്മകളൊക്കെയാണ് വന്നത്. ആൻഡ് ദിസ് ഇസ് ഓൾസോ അമേസിംഗ്. 10 രൂപ ഒരു ചിക്കന് 10 രൂപ. ഇനിയിപ്പോ നാട്ടുകാർ കൂടെ ഓടി വരും. Are you selling something എന്ന് ചോദിച്ചാ? It's good, right? ഇതേ കാണുന്നത് ഇസ് ചിക്കൻ ഹലീം. ഹലീം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മീറ്റും എല്ലാം ഇട്ട് ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്ത് ഒരു സൂപ്പ് വേർഷനിലുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഒരു ബാംഗ്ലാദേശി പാകിസ്ഥാനി ഒക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഡിഷാണ്. ആൻഡ് ദിസ് വാസ് ലൈക്ക് സൂപ്പർ സ്പൈസി. ഇന്ത്യൻ ഹോട്ടലിൽ വന്ന് ഞാൻ ദോശ. ടാഷിന്റെ ചോല ഭട്ടൂര കിട്ടുമോ? ടാഷ് അവരോട് അടിയുണ്ടാക്കി ചോല ഭട്ടൂര മേടിപ്പിച്ച. ആ ലജു എന്താ കഴിക്കുന്നത്? How's it, Lij? Final. I'm sorry, I'll be coming here again tomorrow. You enjoy the wedding. No, I haven't cared. ടാഷ് ലിജ് മനസ്സും വയറും നിറഞ്ഞോ? But it, yeah, we ended on a good note. നാളെ നമ്മൾ വരുമോന്നൊക്കെ. അയ്യോ, ഇനിയിപ്പോൾ ടാഷിന് ഇതിൻ്റെ വീട്ടിൽ പോവുക, അവിടെ കുറേ നേരം ചില്ല് ചെയ്യുക ആൻഡ് കിടന്ന് ഉറങ്ങുക. എന്താ ചില്ല് മാത്രമല്ല, റൂം സർവീസ് കയറ്റണം. ഇനി ഫുഡ് എന്നിട്ട് അവരുടെ ബില്ലിലോട്ട് ആഡ് ചെയ്യുക. അങ്ങനെ ഇറ്റ്സ് ബീൻ ഞാൻ എൻജോയ് വെരി ബിസി ഡേ. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.